കൊച്ചിയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനിടെയാണ് കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയത്. കഴിഞ്ഞ 5 ദിവസമായി നഗരത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരുന്നു. മെട്രോ പില്ലർ പൈലിംഗിന്റെ അശാസ്ത്രീയതയാണ് പൈപ്പ് തകരാൻ കാരണമെന്നാണ് പരാതി. കൊച്ചി നഗരത്തിലെ വലിയൊരു മേഖലയിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ദിവസങ്ങളായിരിക്കുന്നു. ഇപ്പോൾ അത് പുനഃസ്ഥാപിക്കുവാനുള്ളൊരു അവസാനഘട്ട ശ്രമങ്ങളാണ്. കലൂർ സ്റ്റേഡിയം പരിസരത്താണ് ഇതിൽ കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പില്ലറുകൾ താഴ്ത്തുമ്പോൾ അത് കുടിവെള്ള പൈപ്പുകൾക്ക് താഴെ കൂടി പോകുന്ന കുടിവെള്ള വിതരണ പൈപ്പുകൾക്ക് മുകളിലൂടെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര അശാസ്ത്രീയമായാണ് കൊച്ചി മെട്രോ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. താഴെ പോകുന്ന പൈപ്പുകൾ, കുടിവെള്ള വിതരണ പൈപ്പുകൾ, ഇതിൻ്റെ വ്യക്തമായ രൂപരേഖ എല്ലാം തന്നെയും വാട്ടർ അതോറിറ്റി അധികൃതർ KMRലടക്കം കൈമാറിയിരുന്നതായാണ് പറയുന്നത്. എന്നിട്ടും ആ കുടിവെള്ള പൈപ്പിന് മുകളിലേക്കായിരുന്നു പില്ലറുകൾ അടിച്ചു താഴ്ത്തി സിമൻ്റ് ഇട്ടത്. ഇത് ഇപ്പോൾ നേരിടുന്നൊരു വിഷയം, ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന ഈ അലൈൻമെൻറ്റിൽ പലയിടത്ത് ഇനി എത്ര എടുത്ത് ഇതുപോലെ പൊട്ടും, എത്ര ദിവസം നഗരവാസികൾ ഈ കുടിവെള്ളം നിലച്ച് മറ്റ് മാർഗങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്നതാണ് ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത ഘട്ടം. കാരണം ഈ മെട്രോ നിർമ്മാണം അടക്കം നീണ്ടുപോവുകയാണ്. നമുക്കൊപ്പം പരിസരത്തുള്ളവർ ചേരുന്നുണ്ട്. ഒപ്പം VK മിനിമോൾ ചേരുന്നു, കൗൺസിലറാണ്. ഇത് ഒരു തീർത്തും അശാസ്ത്രീയമെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. തീർത്തും അശാസ്ത്രീയമായ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, ഒരു പ്രിപ്പറേറ്ററി വർക്കും ഇല്ലാതെയാണ് ഈ സ്ട്രെച്ചിലുള്ള മെട്രോ ലൈൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഇതേ പൈപ്പ് പൊട്ടുന്നത്. 1960-ൽ ഇട്ടെന്ന് പറയുന്ന ഈ പൈപ്പ് 4 പ്രാവശ്യം ജോയിൻ്റ് അടിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ വാൽവ് തുറന്ന് കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ശാശ്വതമല്ല. അടുത്ത പൈലിടുമ്പോൾ ആ പൈലിൻ്റെ നേരെ അടിയിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്നും എപ്പോൾ വേണമെങ്കിലും അടുത്ത പൈപ്പ് പൊട്ടിയാൽ 4 ദിവസവും 3 ദിവസവും കഴിഞ്ഞിട്ടാണ് വെള്ളം പുനഃസ്ഥാപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഇവിടെ സമരം, പ്രതിഷേധമടക്കം ഉണ്ടായിരുന്നു. ഈ പരിസരത്തെ റോഡുകളടക്കം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയിലേക്ക് പോയിരുന്നു. അതിനിടയിലാണ് ഈ രീതിയിൽ ഇവിടെ കുഴിയെടുക്കുമ്പോഴാണ് ഇത്രയ്ക്കധികം പൈപ്പ് പൊട്ടിയതായിട്ട് കാണുന്നത്. ഇപ്പൊ സമീപത്തുള്ള മറ്റു ചെറിയ പൈപ്പുകളും പൊട്ടിയിട്ടുണ്ട്. ഇതിപ്പോ 12 ഇഞ്ച് പൈപ്പാണ് മെയിനായിട്ട് പൊട്ടിയിരിക്കുന്നത്. ഇതിന്റെ സമീപത്ത് കൂടി 4 ഇഞ്ച് പൈപ്പും 6 ഇഞ്ച് പൈപ്പും ഒക്കെ വേറെ പോകുന്നുണ്ട്. ആ പൈപ്പുകളാണ് വീടുകളിലേക്കുള്ള ഓരോ ലൈനിലേക്കും വെള്ളം കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ 4 ഇഞ്ച് പൈപ്പുകളൊക്കെ ഇപ്പോഴും പൊട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ആ വർക്കുകൾ തുടങ്ങാൻ പോലും സാധിക്കുക. ഇപ്പോൾ വീടുകളിലേക്ക് എപ്പോൾ വെള്ളം വരുമെന്ന് നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. എന്നാലും ദൂരസ്ഥലങ്ങളിൽ, അതായത് ചേരാനല്ലൂർ, തമ്മനം, പാലാരിവട്ടം ആ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വെള്ളം കിട്ടും. വലിയൊരു ഭാഗം ഇനിയും ഈ 4 ഇഞ്ചും 6 ഇഞ്ചും വരുന്ന ചെറിയ പൈപ്പുകൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ കൊച്ചി നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലായി ഈ പൈപ്പ് പൊട്ടുന്നത് പതിവ് സംഭവം. 7 ദിവസമായിട്ട് വെള്ളമില്ല. ഈ മെട്രോയുടെ അനാസ്ഥയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മെട്രോയുടെ ഫില്ലറിന്റെ ഉള്ളിൽ കൂടിയാണ് ഈ പൈപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇത് ആരും ഒന്ന് അന്വേഷിക്കുന്നില്ല? മെട്രോയുടെ ഫില്ലറിന്റെ അകത്താണ് ഈ പൈപ്പ് കിടക്കുന്നത്. അത് മീഡിയക്ക് ശരിക്കും കാണാം, നമുക്ക് കാണാവുന്ന. കാരണം വീടുകളിലൊക്കെ എത്ര ദിവസം ഇപ്പോൾ ഇപ്പോൾ 7 ദിവസമായിട്ട് വെള്ളമില്ല. 7 ദിവസമായിട്ട് വെള്ളമില്ല. ആളുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിന്. എന്തായാലും വാട്ടർ അതോറിറ്റി അധികൃതർ കൂടി ചേരുന്നുണ്ട്. നമ്മൾ വ്യക്തമായ ഒരു രേഖകളെല്ലാം കൈമാറിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഏതായാലും ജല അതോറിറ്റി അധികൃതരുണ്ട്. പൈപ്പ് കുടിവെള്ള വിതരണം അടക്കം പുനഃസ്ഥാപിക്കുന്നു. മാഡം, കുടിവെള്ളം ഇന്ന് പുനഃസ്ഥാപിക്കും? വാൽവ് ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂറിൽ നമ്മൾ ഫുൾ ലോഡ് ചാർജ് ചെയ്യും. അവരുടെ പരിമിതികളിൽ നിന്നാണ് പ്രതികരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ വൈകാതെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഉള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് എത്ര ദിവസം ഈ ഒരു ദുരിതം ജനങ്ങൾ സഹിക്കേണ്ടി വരും എന്നത് തന്നെയാണ്. മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുമ്പോഴും ഈ രീതിയിലുള്ള അശാസ്ത്രീയത, കാരണം ഈ അലൈൻമെൻറ്റുകൾ നിശ്ചയിക്കുമ്പോൾ, കാരണം ഇതിന് താഴെ കുടിവെള്ള വിതരണ പൈപ്പുകളുണ്ട്. നഗരവാസികളുടെ കുടിവെള്ള വിതരണം മുട്ടിക്കാതെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് അധികൃതർ വ്യക്തമായ പദ്ധതികളോടുകൂടി തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ കൊച്ചി നഗരവാസികൾക്ക് ദുരിതം തന്നെയായിരിക്കും. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.